നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരാറുണ്ട്. അവിടെ നാം പരാജയപ്പെടരുത്, നിരാശപ്പെടരുത്. എന്തിനാണ് എന്നെ ഈ വഴിയിലൂടെ കടത്തിവിടുന്നത്? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതിയത്: യേശു ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. യോഹന്നാനാണ് പറയുന്നത്, മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ സമ്മർദ്ദത്താൽ പോകേണ്ടി വന്നു. എന്നാൽ യേശു ആണ് പറയുന്നതെങ്കിൽ എനിക്കവിടെ പോകേണ്ട വ്യക്തമായൊരു ഉദ്ദേശമുണ്ടായിരുന്നു. മനുഷ്യൻ മാറ്റി നിർത്തിയ, മനുഷ്യൻ അവഗണിച്ച ശമരിയ പട്ടണത്തെ യേശു കർത്താവ് വീണ്ടെടുക്കുക ശമരിയ സ്ത്രീയിലൂടെ. അവിടെ പറയുന്നുണ്ട്, യേശു സമയം അനുകൂലമല്ല, ഉച്ചയ്ക്ക് 12 മണി, സാഹചര്യം അനുകൂലമല്ല. യേശുവിന് ദാഹിച്ചു. ശിഷ്യന്മാരെല്ലാം ഒറ്റപ്പെടുത്തിയിട്ട് ഭക്ഷണം വാങ്ങാൻ പോയി. ആരും കൂടെയില്ല. നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെ തന്നെയാണ്. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. സമയം, സാഹചര്യം ഒന്നും നമുക്ക് അനുകൂലമല്ല. എന്നാൽ അവിടെ യേശു തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തി. എന്തിനാണ് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ഉദ്ദേശം ശമരിയ പട്ടണത്തെ വീണ്ടെടുപ്പിലൂടെ യേശു കർത്താവ് തെളിയിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില വഴികളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ നാം ക്രിസ്തുവിനെ റിവീൽ ചെയ്യണം, യേശു കർത്താവിനെ വെളിപ്പെടുത്തണം. അവിടെ നാം പരാജയപ്പെടുകയല്ല. എന്തിനാണ് എന്നെ വഴിയിലൂടെ കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ ക്രിസ്തുവിനെ റിവീൽ ചെയ്യാൻ നാം ശ്രമിക്കണം. മാത്രമല്ല, ചാൻസസ് ആക്കി എടുക്കണം. എത്രമാത്രം വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നാലും അവിടെ നമ്മുടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, അനേകരെ നേടുവാനുള്ളൊരു മുഖാന്തരമാക്കി നമ്മുടെ ജീവിതം മാറട്ടെ. അതുകൊണ്ട് വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പതറുവാനല്ല, അവിടെ നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയും അതുമാത്രമല്ല അതിലൂടെ സുവിശേഷത്തിലൂടെ അനേകരെ നേടുവാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.